ഞാൻ റോയി കട്ടപ്പന. ഞാനിപ്പോൾ ഒരു കുഞ്ഞൊരു വീഡിയോ ചെയ്യാനുണ്ട് വന്നതാണ്. ചെറിയൊരു കാര്യം, വലിയ കാര്യങ്ങളൊന്നുമില്ല. എങ്കിലും എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. നിങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ ഫ്രണ്ട്സിനും എൻ്റെ നമസ്കാരം. ഞാനിപ്പോൾ പറയുന്നത്, നമ്മൾ സാധാരണ രീതിയിൽ ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കാം. കാരണം വെച്ചാൽ ആൾക്കാരെ എല്ലാവരും നമ്മളെപ്പോലെ അല്ലല്ലോ. എല്ലാ ആൾക്കാർക്കും കൂടുതൽ തിരക്കുള്ളവരാണ്. അതുകൊണ്ട് ആമുഖമായിട്ട് ഒരുപാടൊന്നും പറയുന്നില്ല. അപ്പോൾ ഞാനോ നിങ്ങളോ ആരെങ്കിലും ആയിക്കോട്ടെ, നമ്മളൊരു വഴിക്ക് പോവുകയാണ്. ഒരു വൈകുന്നേരം ഒരു 4 മണിയോ 5 മണിയോ സമയത്ത് കൂടിയോ അല്ലെങ്കിൽ രാവിലെയോ ഏതെങ്കിലും സമയത്ത് നമ്മളൊരു വഴിക്ക് പോകുന്നു. നടന്നു പോകുന്നു, വണ്ടിക്കല്ല, നടന്നു പോകുന്നു. നടന്നു പോകുമ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരൻ നമ്മോട് ചോദിക്കുന്നു, ഹായ് ചേട്ടാ അവിടെ പോവാ? ഞാൻ അപ്പുറം വരാൻ പോവാ. നമ്മൾ പോയിട്ട് കുറേ സമയം കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു വരുന്നു. 1 മണിക്കൂറോ ചിലപ്പോൾ 2 മണിക്കൂറോ കഴിയുമ്പോൾ നമ്മൾ ആ വഴിക്ക് തന്നെ നടന്ന് തിരിച്ചു വരുന്നു. തിരിച്ചു വരുമ്പോൾ ആ വ്യക്തി അവിടെ നമ്മളെ നോക്കി നിൽക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഒരു സംശയാസ്പദമായിട്ടായിരിക്കാം നമ്മളോട് ചോദിച്ചത്. അതുകൊണ്ട് ആ വ്യക്തി നമ്മളെ നോക്കി നിൽക്കുകയാണ്. നോക്കിയപ്പോൾ വീണ്ടും നമ്മൾ ചോദിക്കാം, ഇതെന്നെ പോയിട്ട് ഇത്ര താമസിച്ചേ? ഞാൻ എൻ്റെ അപ്പുറം വരെ പോയി, കൂട്ടുകാരനെ പോയി കണ്ടു, അല്ലെ ആരെങ്കിലും കണ്ടു, പോന്നു. അപ്പോൾ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ നമ്മൾ ആ വഴിക്ക് തന്നെ വീണ്ടും പോവുകയാണ്. നമ്മൾ നടന്ന് പോകുന്നു. ബസ് റൂട്ടല്ല, സാധാരണ ഇടവഴി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടാറിങ്ങുള്ള വഴികൾ തന്നെയാണ് എല്ലായിടത്തും. ആ വഴി നമ്മൾ പോകുമ്പോൾ വീണ്ടും ഈ ഒരു വ്യക്തിയോ അല്ലെ അടുത്തൊരു വ്യക്തിയോ നമ്മൾ ചോദിക്കുകയാണ്, അല്ലെ ഈ വ്യക്തി തന്നെ കാണുമ്പോൾ നമ്മൾ ചോദിക്കും, എവിടെ പോവാ? ഞാൻ അപ്പുറം പോവാ. എന്തിനു പോവാ? അവിടെ മാറി, അവിടെയാണ് പ്രശ്നം വരുന്നത്. നമ്മൾ ചോദിക്കുകയാണ്, എന്തിനു പോവാണ്? അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ പോകുന്ന ഒരു വഴിക്ക് നമ്മളോട് ആരെന്ത് ചോദിച്ചാലും എല്ലാവരോടും നമുക്ക് പറഞ്ഞിട്ട് പോകാൻ പറ്റുമോ? എന്തിനു പോവാണ്? ആ ചോദ്യം ശരിയാണോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. അത് നല്ല നല്ല കമൻറ്റുകൾ, മോശമാണെങ്കിലും നല്ല കമൻറ്റുകളാണേലും, ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും നല്ല കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനൊപ്പം എൻ്റെ ചെറിയൊരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നും കൂടെ ഞാൻ പറയുകയാണ്. പിന്നെ കൂടുതൽ വിദ്യാഭ്യാസവും വിവരമൊന്നുമുള്ള മനുഷ്യനല്ല ഞാൻ. പിന്നെ ഇതിന് ശേഷം അടുത്ത വീഡിയോ ഉടനെ തന്നെ കാണും. നമുക്ക് ഹാർട്ട് അറ്റാക്കിനെ പറ്റി ചില കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം എന്നെക്കൊണ്ട് അറിയുന്ന ചില കാര്യങ്ങൾ പറയാനാണ്. അതിൻ്റെ അകത്ത് സത്യം ഉണ്ടാകാം, അതിൻ്റെ അകത്ത് നല്ലതൊന്ന് വിശ്വസിക്കുന്നവർക്ക് അത് വിശ്വസിക്കാം. അതുപോലെ തന്നെ ആനച്ചുവടി എന്ന് പറഞ്ഞ ഒരു കുഞ്ഞു ചെടിയാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഗുണങ്ങളുണ്ട് എന്നൊക്കെ, ഗുണമുണ്ട്, അതിന് ദോഷമുണ്ടോ, അത് ഉപയോഗിക്കാൻ പറ്റുമോ, എല്ലാവർക്കും ഉപയോഗിക്കാൻ മരുന്നാണോ എന്നതിനെപ്പറ്റി എൻ്റെ അറിവ് വെച്ചുള്ള കാര്യങ്ങൾ ഞാൻ പറയാനായിട്ട് ഒരു വീഡിയോ അടുത്ത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉടനെ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. അപ്പം എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഓക്കെ.